ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ എൻ്റെ രാവിലെ എണ്ണീറ്റ് ബ്രഷ് ഒക്കെ ചെയ്തു വിട്ടാൽ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റൊക്കെ അവിടെ ഇരുന്ന് പഠിപ്പാണ്, അവൾക്ക് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ അവൾ പഠിപ്പാണ്. പിന്നെ ഇതാ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഗൈസ്, ഇതാണ് നമ്മുടെ ഫുഡ് കേട്ടോ. ചോറ്, പപ്പാക്കായ കറി, പിന്നെ അമ്മച്ചിയുടെ ഒരു സംഭവമുണ്ട് ചിക്കൻ വെച്ചിട്ട്. അപ്പോൾ ഗൈസ്, ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം. ഞാൻ ഏത് കോഴ്സാണ് +1 എടുത്തത്, പിന്നെ ഞാൻ പ്രൈവറ്റ് ആയിട്ടാണോ ചേർന്നത്, പൈസ കൊടുക്കേണ്ട വന്നോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടുള്ളൊരു ഉത്തരമാണ്. അപ്പോൾ ഞാൻ എടുത്തത് ബയോസയൻസ് ആണ്. എനിക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് പക്ഷേ കൊമേഴ്സാണ് കേട്ടോ. പക്ഷെ എനിക്ക് കൊമേഴ്സ് വേണ്ട. കാരണം എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് എടുത്ത് പഠിച്ചിട്ട് എനിക്ക് മെഡിക്കൽ ഫീൽഡാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ബയോസയൻസ് എടുത്തത്. അപ്പോൾ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, ഇങ്ങനെ കൊമേഴ്സിനെ താഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഞാൻ കൊമേഴ്സിനെ അങ്ങനെ താഴ്ത്തി ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് കൊമേഴ്സ് വേണ്ട, ബയോസയൻസ് ആണ്. ഞാൻ സയൻസ് എടുക്കുന്നതിന് മുമ്പ് കുറേ വീഡിയോസൊക്കെ കണ്ടായിരുന്നു, ഇങ്ങനെ സയൻസിനെ കുറിച്ച് എങ്ങനെയാണ്, ടഫാണെന്നൊക്കെ. അപ്പോൾ കുറേ പേര് പറയുന്നത് ടഫാണെന്നാണ്. പിന്നെ ഞാൻ യൂട്യൂബിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സയൻസാണ് എടുക്കാൻ പോകുന്നത്, ബയോസയൻസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞവരൊക്കെ സയൻസ് ഭയങ്കര ടഫാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സയൻസ് എടുക്കുന്നത്. അത്രയും ടഫാന്ന് അറിഞ്ഞിട്ട്. അതിപ്പോൾ എടുക്കണവരുണ്ടല്ലോ, എടുത്ത് പഠിക്കണവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നു, അത്രയും ടഫാന്ന് അറിഞ്ഞിട്ട് കുട്ടികൾ പഠിക്കണില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും പഠിക്കുക. എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെഡിക്കൽ ഫീൽഡാണല്ലോ താല്പര്യം, അതുകൊണ്ട്. പിന്നെ ഞാൻ സ്കൂളിൽ ചേർന്ന വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര വിഷമമായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3A+കാരി എന്താ പറയുക, ഇഷ്ടമുള്ള കോഴ്സ് നോക്കിയിരിക്കാതെ കിട്ടിയ കോഴ്സ് പോയി ചേരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി. നമ്മളെ സ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ട്. കുറച്ച് ഡോക്യുമെൻറ്റ്സും കൂടെ കൊണ്ടു കൊടുക്കണം അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അന്ന് ചേരൽ മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ അവർ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വിളിച്ച് ഇനി നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ അതേ മമ്മയും ഞാനും കൂടെ പോവാണ്. പിന്നെ കുഞ്ഞാറ്റൊന്നും ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. അവളവിടെ പഠിക്കാതിരിക്കുന്നുണ്ട് മുകളിൽ. അവൾക്ക് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ, അവൾക്ക് യൂണിഫോം. പിന്നെ എനിക്ക് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പാൻറ് കൂട്ടൂല മോള്? പാൻറ്റും കൂട്ടും, അങ്ങനെ അതേപോലെ. അപ്പോൾ നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. പിന്നെ പ്രൈവറ്റ് ആയിട്ടാണോ ചേർന്നുണ്ടായിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ചേർന്നത്. ഇപ്പോൾ മാനേജ്മെൻറ്റ് കോട്ട വഴിയിട്ടാണ് ചേർന്നത്. പിന്നെ പൈസ എത്രയായിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ സ്കൂളിലും ഓരോ എമൗണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ട വഴി ചേരുന്നവർ ഇനി ഉണ്ടെങ്കിൽ സ്കൂളിൽ പോയി ചോദിക്കേണ്ട വരും എത്ര എമൗണ്ട് ആയിരിക്കും വരാമെന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ കുറേ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട് അവിടെ ചേർന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ചേരാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ ഈ സ്കൂളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ +1 +2ലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ആ സ്കൂൾ കണ്ടപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ തോന്നി. പിന്നെ ചിലരൊക്കെ പറയണ കേട്ടായിരുന്നു. അപ്പോൾ ഇവിടെ പഠിച്ചവർ വല്ലവരും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പോയ സമയം ലഞ്ച് ബ്രേക്ക് ആവാൻ ആ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ട് കുറേ നേരം അവിടെ ഇരിക്കേണ്ട വന്നു. ഇവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി, ടീച്ചേഴ്സിനൊക്കെ ഫുഡ് കഴിക്കാൻ. അപ്പോൾ പോയപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. അങ്ങനെ കഴിച്ച് നമ്മൾ സ്കൂളിലെല്ലാം സെറ്റാക്കി വന്നു. നമുക്ക് യൂണിഫോമും വാങ്ങണം ഇനി. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. യൂണിഫോം വയ്ക്കേണ്ട എംബ്ലൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഇനി യൂണിഫോം ഇനി നാളെ വാങ്ങി കൊടുക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ മഴയായി, പിന്നെ വയ്യാണ്ടായി, അപ്പോൾ മടിയായി. അപ്പം ഇനി നാളെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്കിവിടെ പണി തന്നേക്കാണ്, അടിച്ച് വരാൻ പറഞ്ഞിട്ട്. ഞാൻ വെറുതെ ഇരിക്കുന്നത് കണ്ടുകൂടെ ഇവർക്ക്. കുഞ്ഞാറ്റ പഠിക്കാൻ തോന്നുന്നുണ്ട്. കുഞ്ഞാറ്റ ഇന്ന് സ്കൂളിൽ പോകാത്തോണ്ട് ബിയൻ്റെ ഫുള്ള് ഇരുത്തി പഠിപ്പാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ പണിയെടുക്കാൻ നോക്കിയാണ്. അന്ന് പറഞ്ഞ ഫുള്ള് സത്യ. ഞാനാണ് രാവിലെ എനിക്ക് ചോറും കറിയൊക്കെ വയ്ക്കാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഗായ്സ്, അപ്പം നമ്മൾ ഇന്നലെ അവിടെ പോയിട്ട് എംബ്ലൊക്കെ വാങ്ങി വന്നായിരുന്നു. പിന്നെ നമ്മൾ പോയില്ല, വയ്യാണ്ടായി എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയില്ല. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ യൂണിഫോമും ചെരുപ്പൊക്കെ വാങ്ങണം. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. നല്ല ദിവസം, നല്ല മഴ ഇന്നലെ പോയിരുന്നു എന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനി പോയിട്ട് വരാം.
അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തി. അപ്പോൾ നമുക്ക് യൂണിഫോമിൻ്റെ തുണി നമ്മൾ ചാക്കോളവാസിൽ നിന്നാണ് വാങ്ങേണ്ടത്, അവിടെ നിന്ന് വാങ്ങണമെന്നാണ് പറഞ്ഞത്. നമ്മൾ അവിടെ പോയിട്ട് സെൻറ്റ് അഗസ്റ്റിൻ കുട്ടനല്ലൂർ സ്കൂളിലത്തെ +1 യൂണിഫോം ചോദിച്ചു കഴിഞ്ഞാൽ അവർ എടുത്തരുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. യൂണിഫോം 3 ജോഡിക്കുള്ള തുണി എടുക്കണം. 2 റെഗുലറും പിന്നെ ഒരെണ്ണം സ്പെഷ്യലിന് ഇടാനുള്ളതാണ് ബുധനാഴ്ചകളിൽ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ യൂണിഫോമിൻ്റെ തുണി. ഇതും പിന്നെ അങ്ങനെ തുണിയൊക്കെ എടുത്തു. പിന്നെ ഞാൻ കുറേ നാളായി ഗൈസ് ബിരിയാണി കഴിച്ചിട്ട്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ബിരിയാണി കഴിക്കാൻ, അതും അക്ഷയലത്തെ ബിരിയാണി. അപ്പോൾ ഞങ്ങൾ തുണിയൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത്. അടുത്ത ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് ഗൈസ്. എനിക്ക് മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് വന്നിട്ട് ഫ്രൈഡ് റൈസൊക്കെ കഴിക്കാറുണ്ട്. ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ ലോലിപോപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് കഴിക്കും. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു. ഞങ്ങൾ ഒരു ഫ്രൈഡ് റൈസും പിന്നെ ഒരു ബിരിയാണിയാണ് പറഞ്ഞത്. എനിക്ക് ബിരിയാണി കഴിക്കാൻ ആഗ്രഹമായിട്ട് പിന്നെ മമ്മിക്ക് ഫ്രൈഡ് റൈസ് മതിയായിരുന്നു. അങ്ങനെ രണ്ടും കൂടെ അങ്ങനെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പോയത് എനിക്ക് ചെരുപ്പ് എടുക്കണമായിരുന്നു. എനിക്ക് പുതിയ സ്കൂളിൽ പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോവാന്ന്. അങ്ങനെ നമ്മൾ സ്ഥിരം പോകുന്നൊരു കടയാണിത്. അവിടെ പോയിട്ട് ഒരു റോസ് കളറിലൊരു ചെരുപ്പ് വാങ്ങി, പിന്നെ നമ്മളൊരു പച്ച കളറിൽ അങ്ങനെ ചപ്പൽസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഫെജിയുടെ അപ്പുറത്തുള്ളൊരു കടയ്ക്കാണ്. അവിടെ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിവ് അവേയുടെ ഗിഫ്റ്റ്സൊക്കെ പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് ഇതുവരെ നമുക്ക് അയക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇപ്പോൾ ഞാൻ അലോട്ട്മെൻറ്റൊക്കെ ആയിട്ട് ഇപ്പോൾ ചേരാനൊക്കെ നടക്കലായിരുന്നു 2 ദിവസമായിട്ട്. അതുകൊണ്ട് എനിക്ക് അയക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ വേഗം തന്നെ അത് പാക്ക് ചെയ്ത് 18 നമുക്ക് ക്ലാസ്സൊക്കെ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കിട്ടണം. എനിക്ക് ഫസ്റ്റ് ദിവസം മാത്രം ഞാൻ കളർ ഇടുന്നുള്ളൂ. പിറ്റേ ദിവസം തൊട്ട് നമ്മൾ യൂണിഫോം ഇട്ട് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ വേഗം തന്നെ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നതായിരുന്നു. ആ ചേച്ചിയുടെ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടാണ് കൊടുത്തത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മളൊരു സംഭവം കണ്ടു. മാംഗോസ്റ്റീൻ എന്നാണ് ഈ ഫ്രൂട്ടിൻ്റെ പേര്. ഇത് ഞങ്ങൾ മാളിൽ നിന്ന് ഒരു ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വാങ്ങിയുള്ളൂ. അത് നമ്മൾ തിന്ന് കൊതി തീരാത്തതുകൊണ്ട് പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ വെറുതെ വാങ്ങിയതാണ്. നല്ല ടേസ്റ്റാണ് കഴിച്ച്. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു പുളി പോലെയാണ് ഈ സംഭവം. അങ്ങനെ നമ്മൾ മാംഗോസ്റ്റീനും വാങ്ങി വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇതെല്ലാവരും ചറപറാന്ന് തിന്നിപ്പോൾ 3+ ബയോസയൻസ് എടുത്ത് പഠിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം. അങ്ങനെ നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ശുഭദിനം. നമ്മുടെ കുക്കു ഉറക്കത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് സുന്ദരനായിട്ട്. ആയിഷ എടുത്ത് കുറുമ്പി കുട്ടിയാണ്. കൊച്ചു കുറുമ്പി കാണിച്ചു ചേരാൻ വേണ്ടി